ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫുൾ പെറ്റിക്കോട്ടാണ്. ഫുൾ പെറ്റിക്കോട്ട് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പഠിച്ചത് ഹാഫ് പെറ്റിക്കോട്ടാണ്. ഇത് ഫുൾ പെറ്റിക്കോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചിത്രമാണിത്. ഇത് നമ്മളുടെ അരവണ്ണം വരെയുള്ള ഭാഗമാണിത്. ആദ്യം ഇത് വരയ്ക്കുക, പിന്നീട് ഇത് വരയ്ക്കുക. ഇത് നമുക്ക് പിന്നെ അരയിൽ താഴെ സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് നെറി വെച്ച് അടിക്കണമല്ലോ, അതിനുള്ള ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി ഇത് ഇവിടുന്ന് തൊട്ട് ഇതുവരെ എത്രയാണ് അളവ് നോക്കിയിട്ട് അതിൻ്റെ 3 ഇരട്ടി ഭാഗം നമ്മൾ ഇവിടെ എടുക്കണം. എന്നെങ്കിൽ നമുക്ക് നെറി വെക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. പിന്നെ ഇത് വീതിയുള്ള ഭാഗമാണ്, ഇതാണ് ഇതിൻ്റെ നീളം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് ഫുൾ പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ്ങിൽ കിടക്കാം. അതിന് ആദ്യം നമ്മൾ ഒരു പീസ് എടുത്തു, 2 മടക്കി 4 മടക്കി, 2 മടക്കി 4 മടക്കി. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് നമുക്ക് ഒരു കുട്ടിയുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോൾഡർ മുതൽ നമ്മളെ കുട്ടിക്ക് ഏത് വരെയാണ്, മുട്ടിൻ്റെ കുറച്ച് താഴായിട്ടല്ലേ നമ്മൾ കുട്ടികളെ പിന്നെ പെറ്റിക്കോട്ട് സിമ്മിട്ട് കാണുന്ന കുട്ടികൾ ഫുൾ സിമ്മി. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പിന്നെ അരവണ്ണം വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അരവണ്ണം വരെയുള്ള അളവ് എടുത്തിട്ടുണ്ട്. ഒരു 10 ഇഞ്ചാണ്, 10 ഇഞ്ച് കേട്ടോ. അതിൽ 10.5 ഇഞ്ച് അളവ് എടുത്തു. അതിലേക്ക് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. 10.5 ബോഡിയുടെ ലെങ്ത്ത് 10.5, പിന്നെ അതിലേക്ക് 1.5 ഇഞ്ച് കൂട്ടിയാൽ 10, 11, 12. അങ്ങനെ ഞാൻ ഹാഫ് ലെങ്ത്ത് അരവണ്ണം വരെയുള്ള ലെങ്ത്ത് ഞാൻ 12 എടുത്തു. ഇനി ബാക്കിയുള്ളത് വെട്ടി ഒഴിവാക്കാം. അപ്പം നമ്മൾ ഇത് 12 ഉണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര 10.5 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുത്തു, നീളം എടുത്തു. അതിക്ക് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കിട്ടി. അപ്പോൾ 12 ആയി. ഇത് നമ്മൾ ഇവിടെ ഈ തയ്യൽ തുമ്പിനാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് കൂട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം നമ്മൾ നോട്ടുക്ക് നിങ്ങൾ എഴുതിക്കുമ്പോൾ ഒരു ഭാഗത്ത് എഴുതിയിട്ടാൽ മതി. എങ്ങനെ ഞാൻ പറയുന്നത്, ആദ്യം ബോഡിയുടെ ഫുൾ ലെങ്ത്ത്, ബോഡി എന്ന് വെച്ചാൽ അരവണ്ണം വരെയുള്ള ഭാഗത്തിനാണ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അരവണ്ണം വരെയുള്ള ഭാഗത്തിന് നമ്മൾ പിന്നെ 10.5 ഇഞ്ച് എടുത്തു. ഒരു 1/2 ഇഞ്ച് താഴോട്ടായിട്ട് അളവ് എടുത്തിട്ട് ആ അളവ് നമ്മൾ എത്ര വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. അതിന് ശേഷം അതിക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂട്ടുക. എന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടിക്കാൻ വരുമ്പോൾ നീളം ഭാഗമായി വരുള്ളൂ. ഇനി ഞാൻ ഷോൾഡർ എടുക്കുക. ഷോൾഡർ ഞാൻ 5 ഇഞ്ച് 5.5 ഇഞ്ച് ഷോൾഡർ എടുക്കും. 5.5 ഇഞ്ച്. ഇത് നമുക്ക് തയ്യൽ തുമ്പൊന്നും വേണ്ട കേട്ടോ ഷോൾഡർ എടുക്കുമ്പോൾ. ഇനി നമ്മൾ അതുപോലെ തന്നെ ആം ഹോള്, അത് നമ്മൾ 5.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തു. ആം ഹോള് 5.5 ഇഞ്ച് എടുത്തു കേട്ടോ. ഇനി ചെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൈ രണ്ടും ഇടത്തി പിടിച്ചാൽ നമ്മൾ കൈക്കുയിൻ്റെ അവിടെ നിന്നിട്ടുള്ള നെഞ്ഞിൻ്റെ വീതിക്കാണ് നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് എത്രയെന്ന്, ഒരു കുട്ടിയുടെ ചെസ്റ്റ് എത്രയെന്ന് അളവെടുത്തിട്ട് ഞാനിവിടെ 6 ഇഞ്ച് എടുത്തു. അതിലേക്ക് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. അപ്പോൾ എത്രയായി? 7.5 ഇഞ്ച്. 7. പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളമാണ്. അത് നമ്മൾ എത്ര ചെയ്യുന്ന ഇവിടെ ഇപ്പം നമ്മൾ തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ചല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ 7 ഇഞ്ച് എടുത്താൽ മതി. 7 ഇഞ്ച് കേട്ടോ. എന്തിനാ വെച്ചാൽ നമുക്ക് ഷേപ്പ് കിട്ടാനാണ്, സിമ്മിക്കൊരു ഷേപ്പ് കിട്ടാൻ. കാണുന്നുണ്ടോ? കാണില്ല. ഇത് ആം ഹോള്, ഇത് ചെസ്റ്റ് അളവ് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മളിവിടെ 6 എടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി. അപ്പോൾ 7. ഇനി നമ്മളിവിടെ ഷേപ്പിന് വരച്ചു. അതിന് ഇവിടത്തിൽ 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ ഷേപ്പ് വരച്ചു. ഇനി നമുക്ക് എടുക്കാനുള്ളത് 2.5 ഇഞ്ച് നെക്കിന് വീതി, നെക്ക് വിടുത്ത് എന്ന് പറയും, നെക്ക് വീതി എന്ന് പറയും. പിന്നെ കുട്ടികളുടെ ആകുമ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ കഴുത്ത് മണ്ണുള്ള കുട്ടികളുണ്ടാവും.
പല ഇതുണ്ടാവും. അപ്പോൾ കുട്ടികളെ കഴുത്ത് അളവെടുക്കണം നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്ത് വീതി കേട്ടോ. അതുപോലെ ഫ്രണ്ടിലെ നമ്മൾ മുന്നിലെ കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തു. 3.5 ഇഞ്ച്. പിന്നെ പിൻവശത്തെ കഴുത്ത്, ബാക്കിലെ കഴുത്ത്, ബാക്ക് നെക്ക് ഞാനിവിടെ 1.5 എടുത്തു. ഇനി നമുക്ക് അപ്പം ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് എന്ന് വെച്ചാൽ ബാക്ക് വശത്തെ കഴുത്തിൻ്റെ അടയാളം ഇറക്കാണിത്. ഇത് മുൻവശത്തെ കഴുത്തിൻ്റെ ഇറക്കാണ്. ഇനി നമുക്കിവിടെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പ്. ഇത് പിന്നെ പലവർക്കും പല ഷേപ്പ് കൊടുക്കട്ടോ. ഇവിടെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു യു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യട്ടോ. ആദ്യം ശ്രദ്ധിക്കണം, ആദ്യം പിൻവശത്തെ നെക്ക് വെട്ടണം. ഇനി നമ്മൾ ആം ഹോള് ഇത് 5.5 ഇഞ്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി എത്ര? 5.5ൻ്റെ പകുതി എത്ര? 2.25. അപ്പോൾ 2.25 ഇഞ്ചിൻ്റെ ഇവിടെ ഒരു ഇതിന് ആദ്യം പറഞ്ഞത് മറന്നു പോയത് കേട്ടോ. ഇവിടെ ഒരാളുടെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കാനാണ്. ഈ മാതിരി ആരും വെട്ടിയെടുക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഞാൻ ഇത് വെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ. ഇത് ഞാനിതിന് ഒരു പീസ് എടുത്ത് വെക്കണം. ബാക്കത്തെ പീസ് എടുത്ത് വെക്കട്ടോ. ഇത് സാധാരണ നമ്മൾ ഈ വശത്താണ് വെട്ടേണ്ടത്. ഈ വശത്താണ് അളവെടുക്കേണ്ടത് കേട്ടോ. ഞാൻ മറന്ന് ആ വശത്തെടുത്തതാണ്. എപ്പോഴും അളവെടുക്കുമ്പോൾ ചീത്ത വശത്ത് അളവെടുക്കണം കേട്ടോ. ചോക്ക കൊണ്ട് ചീത്ത വശത്ത് വെക്കണം. ഞാൻ മറന്ന് ചെയ്തതാണ്. ഇനി നമ്മൾ മുന്നിലെ നെക്കാണ് വെട്ടുന്നത്. ബാക്കത്തെ പീസ് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. 2 കൂടി വെട്ടിയത്. അപ്പോൾ കഴുത്തിൻ്റെ 2 ഭാഗത്തെ കഴുത്ത് ഒരേ വെക്കാം. ഇപ്പോൾ നമ്മൾക്ക് എന്തായി? 2 ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ. ഇനി നമുക്ക് എന്ത് വേണം? സ്കേർട്ട് ഭാഗമാണ്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മൾ ഫുൾ പെറ്റിക്കോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുള്ള നമ്മൾ ഇവിടെ എടുത്തത് തയ്യൽ തുമ്പടക്കം 12 അല്ലേ. അപ്പോൾ ബാക്കിയുള്ള അളവ് നമ്മൾ മൊത്തത്തിൽ ഒരളവ് എത്ര ചെയ്യാൻ എടുത്ത് നോക്കുക. ഇനി നമ്മൾ 12ൻ്റെ അവിടുന്ന് 12 നമ്മൾ എടുത്തത്. അപ്പോൾ 12 വരെ നമ്മൾ അളവ് എടുത്തേക്കണം. ഇനി അവിടെ നിന്നിട്ട് 30 ലെങ്ത്ത് എടുക്കുക. 30 ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ 2 ഇഞ്ച് തയ്യത്തുമ്പോൾ കൂട്ടുകൊണ്ട് കേട്ടോ. കാരണം സിമ്മിയുടെ അടിഭാഗം കുറച്ച് വീതിയിൽ മടക്കി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 30 ഇഞ്ച്. ഇനി നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നിങ്ങൾ എടുത്തു കേട്ടോ. നിങ്ങളെന്ന് വെച്ചാൽ പഴയ മാക്സിയുടെ തുണി കേട്ടോ. മാക്സിയാണ്. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നെറി വെച്ച് കാണാനാണ് സിമ്മി അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി എത്രയെന്ന് നോക്കുക. വീതി എത്രയാണ്? ഇത് മൊത്തത്തിലുള്ള നീളം എത്ര? ഇത് ഒരു വശത്തെ വീതിയാണ് ഇപ്പോൾ ഈ 14 ഇഞ്ച്. അപ്പം മറ്റേ വശം കൂടി ആകുമ്പോൾ എത്രയായി? 28 ഇഞ്ചായി. അങ്ങനെ ഒരു 14 കൂടി കൂട്ടി എത്രയായി? എന്താ ആദ്യം ഇങ്ങനെ എടുക്കുക. ആദ്യം ഒരു 14 എടുക്കുക. പിന്നെ 14 എടുക്കുക. അപ്പോൾ 28ആയി. പിന്നെ 14 എടുക്കുക. അപ്പോൾ 42ആയി. അപ്പോൾ മൊത്തം 42 ഇഞ്ച്. മൊത്തം ഈ വിഡ്ത്തിലേറെ 3 ഇരട്ടി. ഈ വിഡ്ത്തിൻ്റെ 3 ഇരട്ടി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 14 ഇഞ്ചിൻ്റെ 3 ഇരട്ടി കേട്ടോ. 3 14 എടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ നോക്കട്ടെ ഈ തുണി എത്ര ഉണ്ട് നോക്കട്ടെ കേട്ടോ. ഒരു 14ആയി. രണ്ട് 14ആയി. ഇനിയിപ്പോൾ എനിക്കിവിടെ ഇത്ര 14 കിട്ടൂല. 2 14 കിട്ടൂല. 3 14 കിട്ടൂല. എനിക്ക് ഇവിടെ 2 14 ഒരു 7 കിട്ടും. ഈ 7ക്ക് ബാക്കി 7 കൂടി ഞാൻ
ബോഡി ഭാഗത്തിന് വെട്ടിയ കഷ്ണമുണ്ട് ബാക്കി, അത് ഞാൻ ഇതിൽ നിൽക്കും കേട്ടോ. ഏക്കാൻ 7 ഇഞ്ചുണ്ട്, അപ്പോൾ 8, അപ്പോൾ ഞാൻ 8 ഇഞ്ച് എടുക്കും കേട്ടോ. 8 ഇഞ്ച് എടുക്കും. നമുക്ക് എത്ര നെറി ഉണ്ടെങ്കിലനുസരിച്ച് നമുക്ക് സിമ്മിൻ്റെ ഭംഗിയും കൂടും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഞാൻ നാളെ കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിച്ചു. നമ്മൾ ഈ ഭാഗത്തിൻ്റെ 3 ഇരട്ടി ഭാഗം എടുക്കട്ടോ. ഈ ഭാഗത്തേക്ക് നമുക്ക് നെറി വെക്കാനുള്ളതല്ലേ. അപ്പോൾ നെറി വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നെറി വെച്ച് വരുമ്പോൾ വീതി വേണമെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി എടുക്കാം. ഇതിൻ്റെ 3 ഇരട്ടി എടുത്തതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടണം കേട്ടോ. നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നീളം 3 ഇരട്ടി വേണമെന്ന് പറയുന്നത്. 3 ഇരട്ടി എടുത്തെങ്കിൽ നമുക്ക് കൂടുതൽ നെറി വെക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിലാവും വിചാരിക്കണം. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നാളെ ചെയ്യാം കേട്ടോ. താങ്ക് യു.